ചേർത്തേ ആ എന്തായിട്ട് വിളിക്കുകയാണെങ്കിലേ പെരുന്നാളി കഴിഞ്ഞിട്ട് പണിക്കാരോട് പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു. ഫോണേക്ക് വാപ്പാക്കാൻ്റെ കടയിൽ നിന്ന് നിർത്തണേ. അപ്പോൾ പെരുന്നാൾക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? സാധനമൊക്കെ വാങ്ങിനേ, നെയ്ച്ചോറിൻ്റെ അരി മാത്രം വാങ്ങണം. അതെന്താ നെയ്ച്ചോറ്? ബിരിയാണി അല്ല? അല്ല, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ സ്പെഷ്യൽ നെയ്ച്ചോറ്. ഇപ്പോൾ കേട്ടോ. അപ്പോൾ തിരക്കിലാണോ? അല്ല, പറഞ്ഞു. എനിക്ക് രണ്ടിലും നെയ്ച്ചോറിൻ്റെ അരി അയക്കൽ സാധനങ്ങളോ എടുക്കാം. എൻ്റെ പുരയൊക്കെ തന്നെ എൻ്റെ വാപ്പ വാങ്ങിച്ച. ഇതെത്രയോ വാപ്പാക്ക? അവിടെയാ സാധനങ്ങളൊക്കെ മുഴുവൻ എടുത്തില്ലേ? മരക്കളും കുട്ടികളൊക്കെ വരാനുള്ളതാ. എൻ്റെ വാപ്പയ്ക്ക് ഇപ്പോഴും ആ വെറുപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ലല്ലേ? അശ്വതിനെ കിട്ടിയതാ വലിയ വിഷയം. മനസ്സ് മാറും. എത്ര കാലായടാ, മൂപ്പര് ആ വാശി തന്നെയാണ്, അത് മാറൂല. ആ പിന്നെ ശരത്തെ, നാളത്തെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നേരത്തെ പോകുന്നുണ്ടോ? അത് പിന്നെ പറയണ്ടോ. നിനക്കറിയാലോ, വേറെ ആരും വരാനില്ല. വരും, നാളത്തെ സ്പെഷ്യൽ നെയ്ച്ചോറല്ലേ, ഉറപ്പായും വരും. ഓക്കേടാ. പൈസേ മുട്ടായി വാങ്ങിയോ? പിന്നെ കൊച്ചിന്റെ മുത്തിന്റെ മുട്ടായി വാങ്ങാതെ കേട്ടോ. എന്നാലും കളിക്കാനും വന്നില്ലടാ, ഇതാത്തോണ്ടിട്ടാ. എല്ലാം കിട്ടിയോ ജംഷിക്ക? ആ ഒരുവിധമൊക്കെ. ഇറച്ചിയ രാത്രി ഉണ്ടല്ലോ. ശരത്തിനോട് പറഞ്ഞില്ലേ? ഓ, ഉപ്പയ്ക്കും ഉമ്മയ്ക്കുള്ള വാങ്ങിയോ? അവിടെ നാളെ എല്ലാവരും വരുന്നുണ്ടാവില്ലേ? ജബ്ബാർക്ക ഗൾഫിൽ നിന്ന് വന്നല്ലേ? വരുന്നുണ്ടാവും. ഇക്കാക്ക് സങ്കടം ഉണ്ടാവും. എന്തിന്? നമ്മളിപ്പോൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെന്താ? എന്നാലും ഞാൻ കാരണല്ലേ? ഓടി വന്നേ. നാളത്തെ നെയ്ച്ചോറ്. ചീസ് ആൻഡ് ഹണി, ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ഇഫ് യു ഹാവൻ ട്രൈഡ് ചീസ് വിത്ത് ഹണി ദെൻ യു ആർ സീരിയസ്ലി മിസ്സിംഗ് ഔട്ട്. അല്ല, ഞാനും ട്രൈ ചെയ്തിട്ട് ഒരുപാട് നന്നായിട്ടില്ല, പക്ഷേ ട്രൈ ചെയ്തപ്പോൾ ശരിക്കും ഇറ്റ് വാസ് സോ ഗുഡ്. ഓൾ യു നീഡ് ഈസ് പഫ് പേസ്റ്റ്. ജബ്ബാർ ഗൾഫിൽ നിന്ന് വന്നിക്കണില്ലേ? ആ ജംസീറിനെയും അക്കർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞുവിടും അവനോട്. മോന് നിങ്ങളെ മോൻ തന്നെയല്ലേ? ഞാനൊരു നല്ല കാര്യം പറഞ്ഞു. ജനറേഷൻ ഗ്യാപ്പ് ആണ്. അന്ന് നീ ഒരു ആ ജംസീറിനെയും അക്കർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞുവിടും അവനോട്. മോന് നിങ്ങളെ മോൻ തന്നെയാണ്. ഉപ്പാ
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ അല്ല, ഉപ്പയ്ക്കും ഉമ്മയ്ക്കുള്ള കൊണ്ട് കൊടുത്തോ? കൊടുത്തു വെച്ചാൽ മനസ്സുകൊണ്ട് കൊടുത്തു. ഞാനിവിടെ കൊലയും വെച്ച് പോന്നു പതിവ് പോലെ. 4-5 കൊല്ലമായിട്ട് കൊണ്ടു കൊടുക്കുന്നതല്ലേ. ഇതുവരെ ഉപ്പ ഇമ്മ അത് തൊട്ട് നോക്കിയിട്ടും കൂടെ അല്ല. എന്നാലും കൊടുക്കൂ. നിങ്ങൾ കുറഞ്ഞ വിലേൻ്റെ ഡ്രസ്സൊന്നും ഒരുക്ക് വേണ്ടി വരില്ല. ഇപ്രാവശ്യം ജബ്ബാർക്ക് കൊണ്ടുവന്ന നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ടാവും അവർക്ക്. ഉണ്ടാവും. എന്നാലും അതോടൊച്ച് വരുമ്പോൾ ഒരു സുഖ. എപ്പോഴെങ്കിലും ഓല എടുത്ത് കാണുമ്പോൾ ഓർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അല്ലാ എനിക്കത് മതി. വേഗം പോയി കുളിച്ചോളി, നിങ്ങൾക്ക് പള്ളിയിൽ പോണ്ടേ? അല്ലാ വർത്താനം പറഞ്ഞ നേരം പോയതാണില്ല. ഫൈസിയേ ഫൈസ് ആ ഇതിപ്പോ ആരെ വകെ? ആ ജബ്ബാറിന്റെ വക അല്ലേ? നോക്കിയാജി നല്ല പാക. എന്റെ കുട്ടിക്കറിയാം എന്റെ അളവും പാകൊക്കെ. നല്ല ചോക്കുണ്ട് കാണാപ്പോ. ഇല്ല, ഞാൻ പോയില്ല. നീ പോയോ? നാളെ ഞാൻ കണ്ടില്ലടാ പടം. അല്ല, ഇത് വാടകയ്ക്കാ. ആ ശരത്തേ കയറി വാ, ഇരിക്ക്. ജംഷിക്കപ്പോൾ വരും. പള്ളി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യം കൊണ്ട് വരണം എന്ന് ജംഷിക്കാൻ നിർബന്ധം പിടിച്ചില്ല. വേണ്ട ഒരേ എത്തിണ്ടാവും. ആര്? ശരത്തേട്ടനൊക്കെയോ?
എന്ത് പറ്റി ജംഷിക്ക? ഏയ്, ഉമ്മ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് പോലെ വല്ലാത്തൊരു ടേസ്റ്റ്. നിങ്ങൾ കഴിക്കേ. മോളെ, ജംഷിനോട് പറയണം, ഓൻ പെരുന്നാളിന് തന്ന തുണിയും കുപ്പായും ഉമ്മ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിക്കണമെന്ന്. ഓൻ വാങ്ങി തന്ന തുണിയും കുപ്പായും ഇട്ടിട്ട ഉപ്പന്ന് പള്ളിക്ക് പോയത്. ഉപ്പാനെ പേടിച്ചിട്ടാ മോളെ ഉമ്മച്ചി അതിടാത്തത്. എന്നാ ഇത് ജംഷിക്ക് കൊടുക്കണം. ഉമ്മാൻ്റെ പെരുന്നാൾ സമ്മാനാണെന്ന് പറയണം. അമ്മ പോട്ടെ മോളെ, ഉപ്പ പള്ളി കഴിഞ്ഞ് ഇപ്പൊ വരും.